ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണല്ലേ അവിയൽ. അപ്പം നമുക്ക് അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഞാനിവിടെ അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങക്കായ, കായ, ചേന, പിന്നെ കുമ്പളങ്ങ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ കഷ്ണത്തിൽ പിടിക്കുന്ന വണ്ണം എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അവിയലിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചതിലോട്ട് കുറച്ച് ജീരകവും കുറച്ച് ചെറിയുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് ഇരുന്നോട്ടെ കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ കഷ്ണത്തിലോട്ട് നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചതിന് ശേഷം അധികം കുക്കാവൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അവിയലിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് തൂവി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതേ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ. മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുര്യോധനനായിട്ടുള്ള പകിടകളിയിൽ പാണ്ഡവന്മാരെല്ലാവരും പരാജയപ്പെട്ടപ്പോൾ പാണ്ഡവന്മാരെല്ലാവരും വനവാസത്തിന് നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ വിരാട രാജാവിൻ്റെ രാജ്യത്ത് അവർ എല്ലാവരും വേഷപ്രച്ഛന്നരായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഭീമൻ ഉണ്ടാക്കിയ വിഭവമാണ് അവിയൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഈ അവിയലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.